മുസ്ലിം ലീഗിന്റെ ജനതയോട് നയിച്ചോളൂ. പുറത്തുണ്ടടിക്കാം നിങ്ങളെ കൈ പിടിക്കേ അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വരുന്ന പ്രോഗ്രാം പെട്ടെന്നാണ് നിശ്ചയിച്ചത്. എൻ്റെ ബിസിനസ് പരമായ തിരക്ക് കൊണ്ട് കുറച്ച് മാസങ്ങൾ അതിങ്ങനെ നീണ്ടുപോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ലത്തീഫ് വക്കീലിനെ അതുപോലെ എൻ്റെ മണ്ഡലത്തിലെ സുഹൃത്തുക്കളെയൊക്കെ വരുന്ന അറിയിച്ചപ്പോൾ ഇത്രയും വലിയൊരു സ്നേഹവിരുന്ന് സ്വീകരണം എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയതായിരുന്നില്ല. കാരണം മഴ കാലഘട്ടമാണ്. എന്നിട്ടും ഇത്ര ഗംഭീരമായി ആളുകൾ കൂടിയതും ഇങ്ങനെ നല്ലൊരു സ്വീകരണം നൽകിയതിലും ഞാൻ നന്ദി പറയുകയാണ്. കാരണം തലശ്ശേരി എൻ്റെ എല്ലാ നിലയിലും കുട്ടിക്കാലം മുതലുള്ള പ്രവർത്തന മേഖലയാണ്, എൻ്റെ മാതൃമണ്ഡലമാണ്. അതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്ന പുത്തൂർ മണ്ഡലവും അതുപോലെ അയൽപക്കത്തുള്ള ധർമ്മടമൊക്കെ ഞാൻ എല്ലാ പ്രദേശവും എൻ്റെ പ്രദേശമാണ്, എൻ്റെ നാടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിന്, ഈ സ്വീകരണത്തിന്, ഈ കാണിച്ച വല്ലാത്തൊരു സ്നേഹവായ്പിന് ഹൃദയം കൊണ്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി ഇന്ന് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ വൈസ് പ്രസിഡൻ്റായി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട സൈനുൽ ആബിദീൻ സാഹിബിന് കേരളത്തിൽ അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി കേരളത്തിലെത്തുകയാണ്. അവിടെ തലശ്ശേരി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ഒരുക്കിയ ഈ സ്വീകരണം എന്തുകൊണ്ടും വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. ആബിദ്ക്ക എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഏറെക്കാലം പ്രവാസ ലോകത്ത് 4 പതിറ്റാണ്ടിലേറെയായി ഇപ്പോഴും പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പ്രവാസ ലോകത്താണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും അദ്ദേഹം കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പരമ്പരാഗതമായുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി ഞാൻ പറയേണ്ടതില്ല. ഞാനിപ്പോഴും ഓർക്കുന്നത്, ആബിദ്ക്ക കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടു പരിസരത്ത് മൊകേരി എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്ഷേത്ര കമ്മിറ്റി അദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുക്കുകയും ആശംസാ ബോർഡ് വെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആബിദ്ക്ക എന്ന് പറയുന്ന, സൈനുൽ ആബിദ് എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് സ്വന്തം നാട്ടിൽ സമൂഹത്തിൽ ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്ത്
പരസ്പരം സൗഹൃദവും വിശ്വാസവും മതങ്ങൾ തമ്മിൽ ഹിന്ദുവും മുസൽമാനുമൊക്കെ ക്രിസ്ത്യാനിയുമൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഒരന്തരീക്ഷം, അതിനു വേണ്ടി പ്രയത്നിക്കുന്ന അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആശയാദർശങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തെ നമ്മൾ ഈ പദവി ഏറ്റെടുക്കുമ്പോൾ കാണുന്നത് കേരളത്തിന് പുറത്ത് അശരണരായ ഒരുപാട് ആളുകളുണ്ട്, ആലംബഹീനരായ ഒരുപടി ആളുകളുണ്ട്. അവരുടെയൊക്കെ കണ്ണീരൊപ്പാനും അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഇതുവഴി നമുക്ക് പാർട്ടിക്ക് ലഭ്യമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.